വളരെ പെട്ടെന്ന് ആരോഗ്യം കൂട്ടാനും പിന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഷുഗർ കുറയ്ക്കാനൊക്കെ നമ്മളെ ഇരുമ്പൻപുളി ആൾക്കാർ ജ്യൂസ് അടിച്ച് കുടിക്കും. നെല്ലിക്ക എന്ന് വെച്ചാൽ അതിൽ ഭയങ്കര ഓക്സലേറ്റ് ആണ്. അത് ഒന്നല്ല കഴിക്കുക, അതൊരു 10-12 വെച്ചിട്ട് നല്ല തിക്കായിട്ട് ഡിക്കോഷൻ ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ സുനിശ്ചിതമായിട്ടും ഒരു 2-3 ദിവസം കഴിയുമ്പോൾ കിഡ്നി ഫെയിൽ ആവും. കാരണം അത്രയധികം ഓക്സലേറ്റ്സ് ആണ്. ആള് വന്നപ്പോഴാണ് ഡോക്ടർ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഡോക്ടർ അന്ന് ചോദിച്ചതാണ്, പക്ഷെ ഞാൻ ഇല്ലാന്നാ പറഞ്ഞു. പക്ഷെ അത് സത്യമല്ല, ഇതാണ് സത്യം, ഈ ക്രീമാണ് പെർട്ടിയെന്ന് പറഞ്ഞിട്ട് ക്രീം കൊണ്ടുവന്നു. ആ ചെറിയ കുട്ടി കല്യാണത്തിന് പ്രിപ്പറേഷൻ ആണ്. അപ്പൊ ആ കുട്ടി ഇത് തേച്ചോട് കൂടി നല്ല വെളുത്തു വിടുന്നു. അപ്പൊ അനിയത്തി തേക്കുന്നു, അമ്മ തേക്കുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും കാലിൽ നീരായി വരുന്നു. മെർക്കുറി കണ്ടന്റ് ഭയങ്കര കൂടുതലാണ്. ഇത്രയും വൈഡായിട്ട് ന്യൂസ് വന്നിട്ടും ഇപ്പോഴും 2 മാസത്തിലൊരിക്കൽ ഇപ്പോഴും ഒരു പേഷ്യന്റ് വരുന്ന സിനാരി. 2 മാസം മുമ്പ് ഒരു പേഷ്യന്റ് വന്നു. ആളുടെ ലുക്കൊക്കെ മാറിയിട്ടുണ്ട്, ടെസ്റ്റും മാറിയിട്ടുണ്ട്, ടെസ്റ്റും നല്ലോണം കൂടിയിട്ടുണ്ട്. അപ്പൊ മുടിയൊക്കെ മാറി, മുടിയൊക്കെ ഇങ്ങനെ സ്ട്രെയിറ്റൻ ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് പറ്റി ചോദിച്ചു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു സാറേ ഒരു ഓഫർ കിട്ടിയപ്പോൾ മുടി സ്ട്രെയിറ്റൻ ചെയ്താണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ സ്ട്രെയിറ്റൻ ചെയ്യുന്ന കുഴപ്പമില്ല, സ്ട്രെയിറ്റനിങ്ങിൻ്റെ സാധനത്തിലും വളരെ ചെറിയ കണ്ടൻ്റൊക്കെ ഓക്സലേറ്റ് ആയിട്ട് ചേഞ്ചായി മാറാനുള്ള സാധ്യത ഉണ്ട്. കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ വളരെ കൂടി വരുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ തന്നെ ആൾക്കാർക്ക് അതിനെക്കുറിച്ച് അറിയാനുള്ള ഒരു ജിജ്ഞാസയും വളരെ കൂടുതലാണ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നെഫ്രോളജി ഫീൽഡിൽ തന്നെ 2 ലീഡിങ് എക്സ്പേർട്സ് ആയിട്ടുള്ള ഡോക്ടർ വിനു ആൻഡ് ഡോക്ടർ സർഫറാസ് ആണ്. വെൽക്കം ഡോക്ടേഴ്സ്. അപ്പോൾ നമുക്ക് നമ്മുടെ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു ആൾക്കൊരു കിഡ്നി അസുഖം അല്ലെങ്കിൽ കിഡ്നി റിലേറ്റഡ് അസുഖം ഉണ്ടെങ്കിൽ അയാളുടെ ബോഡി കാണിക്കുന്ന കോമൺ ലക്ഷണങ്ങൾ, ഒരുപാട് പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യമായിരിക്കാം, അപ്പോൾ അതിൻ്റെ ഉത്തരം ഒന്ന് പറയാം. ഓക്കെ, വളരെ കോമൺ ആയിട്ട് കാണുന്നത് നമ്മൾ കാലിൽ കാണുന്ന നീര് അല്ലെ മുഖത്ത് കാണാം നീര്. ഇതൊരു വളരെ കോമൺ ആയിട്ടുള്ള ലക്ഷണമാണ്. മറ്റുള്ള അസുഖം കൊണ്ടും വരാം, പക്ഷേ കിഡ്നി അസുഖം കൊണ്ടാണ് മോസ്റ്റ് ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു സൈൻ. പല ആൾക്കാർക്കും രക്തക്കുറവ് വരും. രക്തക്കുറവ് വരുമ്പോൾ തന്നെ നമ്മൾ നടക്കുമ്പോൾ ഭയങ്കര കിതപ്പ് ഫീൽ ചെയ്യും. പിന്നെ മൂത്രം ഒഴിക്കുന്നത് സാധാരണ നമ്മൾ നോർമലായിട്ട് നൈറ്റ് മൂത്രം ഒഴിക്കുന്നത് കുറവായിരിക്കും. ഇപ്പോൾ കിഡ്നിയുടെ പ്രവർത്തനം കുറയുമ്പോൾ നൈറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി കുറവാകുകൊണ്ട് മൂത്രം ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചുകൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻസി കൂടുന്നുള്ളത് ഇതൊരു പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് കിഡ്നീൻ്റെ എന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ മൂത്രത്തിൽ പതയോ കളർ മാറ്റമൊക്കെ ഉണ്ടാവാം. അതും കോമൺലി അതുമായിട്ടും പേഷ്യൻസ് ഒപ്പിയിൽ വരാറുണ്ട്. കോമൺ സിംറ്റംസ് ഇതാണ്. പിന്നെ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഏർലി സ്റ്റേജസ് ചിലപ്പോൾ സിംറ്റംസ് ഉണ്ടാവണമെന്നില്ല. സോ പലപ്പോഴും നമ്മൾ കാണുമ്പോൾ ഒക്കെ അഡ്വാൻസ് ഡിസീസസും അഡ്വാൻസ്ഡ് എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസൊക്കെ ആയിട്ടും ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ ഏർലി ഡിസീസ് വളരെ അസിംറ്റമാറ്റിക് ആയിരിക്കും അധികം ആൾക്കാർക്ക്. അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണിത്. സിംറ്റംസും സൈൻസും ഒന്നുമില്ലാതെ പേഷ്യൻ്റ് വരുമ്പോൾ അഡ്വാൻസ് അവർ ഡയാലിസിസ് സ്റ്റേജ് എത്തുന്ന ലെവലിൽ നമ്മുടെ ഒ പിയിൽ എത്തുന്ന പേഷ്യൻസും ധാരാളമുണ്ട്. ഒരു സിംറ്റം ഉണ്ടാവണമെന്നില്ല. ഞങ്ങൾ ഇതുവരെ ഒരു അസുഖം അറിഞ്ഞില്ലല്ലോ ഡോക്ടറെ എന്ന് പറയുന്ന ഒരു വലിയൊരു സംഭവമുണ്ട്. കാരണം വെച്ചാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ നമുക്ക് നിർഭാഗ്യവശാൽ ലക്ഷണങ്ങളൊന്നുമില്ലാതെ ടെസ്റ്റുകളിലൂടെ മാത്രം കണ്ടുപിടിക്കുന്ന കിഡ്നി അസുഖങ്ങളുണ്ട്. എനിക്ക് വേറൊരു സംശയമാണ്, ഈ ഒരുപാട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കിഡ്നിക്ക് പ്രശ്നമാണെന്ന് കേട്ടിട്ടുണ്ട്. അത് ആക്ച്വലി ശരിയാണോ? കിഡ്നിക്ക് നമ്മൾ പറയുന്ന സാധാരണ ഒരു കിഡ്നി നമ്മൾ നോർമൽ ആളുകൾക്ക് ഒരു 2 മുതൽ 2.5 ലിറ്റർ വെള്ളത്തിൻ്റെ റിക്വയർമെൻ്റാണ് പറയുന്നത്. ചൂടുകാലം അനുസരിച്ചിട്ട് നമ്മൾ വെള്ളത്തിൻ്റെ വേർപ്പായി പോകുന്നതിൻ്റെ അളവ് കൂടുമ്പോൾ കൂടുതൽ കുടിക്കുക എന്നുള്ളത് മാത്രം. നല്ല എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ അതിനനുസരിച്ച് എക്സ്ട്രാ എടുക്കുക എന്നുള്ളതാണ്. പിന്നെ മറ്റ് അസുഖമുള്ള ആളുകൾ, ഇപ്പോൾ ഹാർട്ടിൻ്റെ അസുഖമുള്ള ആൾ, ലിവറിൻ്റെ അസുഖമുള്ള ആൾ, സ്റ്റോണിൻ്റെ അസുഖമുള്ള ആൾ, മറ്റുള്ള അസുഖങ്ങൾക്കനുസരിച്ചാണ് വെള്ളത്തിൻ്റെ നമ്മൾ എടുക്കുന്നതിൻ്റെ അളവ് പറയുക. കിഡ്നി അസുഖം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോർമൽ ആൾ കൂടുതൽ വെള്ളം കുടിച്ചാൽ അത് മൂത്രമായി പോകുന്നല്ലാതെ അത് കിഡ്നീനെ ബാധിക്കൊന്നുമില്ല. പക്ഷേ കിഡ്നി അസുഖമുള്ള ആൾ, ചില അസുഖമുള്ള ആളുകൾക്ക് കൂടുതൽ വെള്ളം 2 ലിറ്റർ വേണ്ടി വരും. ചില ആളുകൾക്ക് ചിലപ്പോൾ 800-1 ലിറ്ററേ പാടുണ്ടാവുള്ളൂ. അപ്പോൾ ആളുകളനുസരിച്ചും അസുഖം അനുസരിച്ചും അവർക്കുണ്ടാവുന്ന മറ്റു അവയവങ്ങളുടെ അസുഖം അനുസരിച്ചും വെള്ളത്തിൻ്റെ അളവ് മാറി വരും. അതുപോലെ തന്നെ ഇപ്പം കിഡ്നി അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ലക്ഷണങ്ങൾ നമ്മൾ പറഞ്ഞു. ഈ കിഡ്നി അസുഖങ്ങൾ വരാനുള്ള കാരണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും കാരണങ്ങൾ ഇപ്പോഴും നമ്മൾ മോസ്റ്റ് കോമൺലി കാണുന്നത് ഡയബറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസാണ്. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നതനുസരിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈൽ അസോസിയേറ്റഡ് ഡിസീസസ് കൂടുതലാണ്. ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ ഇതെല്ലാം കൂടിക്കൊണ്ട് വരികയാണ്. അപ്പോൾ ഡയബറ്റീസ് റിലേറ്റഡ് എൻഡ് സ്റ്റേജ് ഡിസീസും ഹൈപ്പർ ടെൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കിഡ്നി ഡിസീസാണ് ഏറ്റവും കൂടുതൽ കാണാറുള്ളത്. പിന്നെ ഒരു സിഗ്നിഫിക്കൻറ്റ് പ്രൊപ്പോർഷൻ കിഡ്നിക്കായിട്ടുള്ള അസുഖങ്ങൾ. ഇപ്പോൾ പ്രൈമറിലി കിഡ്നിക്ക് ബാധിക്കുന്ന, കിഡ്നിയുടെ അരിപ്പൊക്കെ ബാധിക്കുന്ന കുറച്ച് ഡിസീസസ് ഉണ്ട്, ഗ്ലോമറുലർ ഡിസീസസ്. അപ്പോൾ അതൊക്കെ കാണാറുണ്ട്. നെക്സ്റ്റ് ഹെറിഡിറ്ററി ആയിട്ട് വരുന്ന ചില ഡിസീസസ് ഉണ്ട്, ലൈക്ക് ഒരു പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസസ് ആവാം, ആൽപോർട്ട് സിൻഡ്രോം ആവാം. അതെല്ലാം കൂടെ തന്നെ കോമൺലി കിഡ്നി ഡിസീസിന് നയിക്കാറുണ്ട്. കോമൺലി റീനൽ സ്റ്റോൺ ഡിസീസ്, അൺടാക്കിൾഡ് റീനൽ സ്റ്റോൺ, ഒബ്സ്ട്രക്റ്റീവ് യൂറോപ്പതി ഒക്കെ ആയിട്ട് കിഡ്നി ഡിസീസായിട്ടും പ്രസന്റ് ചെയ്യാറുണ്ട്. വളരെ കോമൺ ആയിട്ട്, എന്നാൽ നമ്മളതൊരു അസുഖമെന്നും
അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു സാധനമുണ്ട്, ഒബീസിറ്റി. വളരെ കോമൺ ആണ് ഫാസ്റ്റ് ഫുഡ് മേഖലയിൽ. നമ്മൾ കാണുന്നൊരു 10 പേരെടുത്തു കഴിഞ്ഞാൽ എല്ലാവരുടെയും BMI അബ്നോർമലായിട്ട് ഒരു 6 പേരുടെയൊക്കെ ഉണ്ടാവും. ആരും കുറ്റം പറയാൻ വയ്യ. ആ ഒരു കോണ്ടെക്സ്റ്റിൽ അതൊരു കൃത്യമായിട്ട് ഒരു കിഡ്നി ഡിസീസ് ഉണ്ടാക്കാൻ നല്ല കാരണമുണ്ട്. കാരണം വെച്ചാൽ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഉള്ള ആൾക്ക് ഒരു ഒബീസിറ്റിയും കൂടി ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ആക്സലറേറ്റ് ഡിസീസ് പ്രോഗ്രഷൻ, അവർക്ക് മറ്റ് അസുഖങ്ങൾ വരാനുള്ള സാധ്യത എല്ലാം കൂട്ടും. ഒബീസിറ്റി ആക്ച്വലി നമുക്ക് എല്ലാവർക്കും ഉള്ള റിസ്ക് ഫാക്ടറാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞില്ല ഡയബറ്റിസ് കാരണം കിഡ്നി ഡിസീസസ് എൻഡ് സ്റ്റേജ് വരാമെന്ന്. ഈ ഡയബറ്റിസിൻ്റെ മരുന്ന് കഴിച്ചാൽ കിഡ്നി തകരാറാവും എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്നത് ശരിയാണോ? വളരെ തെറ്റായ ന്യൂസാണ്. ഡയബറ്റിസ് കൺട്രോൾ ആവാതെ വരുമ്പോൾ മാത്രമാണ് കിഡ്നിക്ക് അസുഖം വരുന്നത്. അപ്പോൾ നിർഭാഗ്യവശാൽ ഡയബറ്റിസ് ഉള്ള ആളുകൾ കുറച്ച് പീരീഡ് കഴിയുമ്പോഴേക്കും അവർക്ക് പ്രഷറും വരും. ഇതിൻ്റെ രണ്ടിൻ്റെയും മരുന്ന് കൃത്യമായി കഴിച്ച് അത് രണ്ടും കൺട്രോൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്കൊരു 90 to 95% അസുഖം വരാതിരിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു തെറ്റിദ്ധാരണ കൊണ്ട് പല സ്ഥലങ്ങളിലും, ഒരു പ്രത്യേക സ്ഥലം ഞാൻ പറയുന്നില്ല, പല സ്ഥലത്തും പേഷ്യൻസ് വരുമ്പോൾ പറയുക, ഡോക്ടർ ഇന്ന് ഉച്ചയാകുമ്പോൾ എനിക്കിന്ന് ഷുഗർ കൂടിയ മാതിരി തോന്നി, അപ്പോൾ നോക്കുമ്പോൾ 400 ഉണ്ട്, അപ്പോൾ ഒരു ഇൻസുലിൻ ഞാൻ വെച്ചു. അങ്ങനെ പറയുന്ന ഒരു ഒട്ടനവധി ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്കൊരു അവയർനെസ് കുറവുള്ളത് കൊണ്ട് ഈ മരുന്ന് എടുക്കാതിരിക്കുന്നതുകൊണ്ട് ഈ അസുഖം നന്നായിട്ട് കൂടി വരുന്നുണ്ട്. അത് കാരണമാണ് കിഡ്നി അതാണ് കിഡ്നി തകരാറ്. ഷുഗർ കൺട്രോൾഡ് ആവാണ്ട് നിൽക്കുന്ന അവസ്ഥയാണ് കിഡ്നിക്ക് ബാധിക്കുന്നത്. കിഡ്നിക്ക് മാത്രമല്ല കണ്ണുകൾക്കും നെർവ്സിനൊക്കെ ബാധിക്കുന്ന ആ ഒരു കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ നമ്മൾ കോമൺലി ഒരു എൻകൗണ്ടർ ചെയ്യുന്ന ഒരു കൺഫ്യൂഷൻ വെച്ചാൽ മെറ്റ്ഫോർമിൻ കഴിക്കാൻ പറ്റുമെന്നുള്ളത്. മെറ്റ്ഫോർമിൻ യൂഷ്വലി പറയാറുള്ളതെന്ന് വെച്ചാൽ 1.5 ഉള്ളിലാണ് നമ്മൾ മെറ്റ്ഫോർമിൻ യൂഷ്വലി കണ്ടിന്യൂ ചെയ്യാറുണ്ട്, കഴിക്കാറുണ്ട്, ഇടാറുണ്ട്. കോമൺലി യൂസ് ചെയ്യുന്ന മെഡിസിൻ ആണ് ഫോർ ഡയബറ്റിസ്. മോർ ദാൻ 1.5 ക്രിയാറ്റിൻ അല്ലെങ്കിൽ GFR 13 ബിലോ ഒക്കെ ആവാൻ കോഷ്യസ് ആയിട്ട് യൂസ് ചെയ്യണം എന്ന് പറയുന്ന മരുന്നാണ് മെറ്റ്ഫോർമിൻ. അപ്പോൾ മെറ്റ്ഫോർമിൻ ഇട്ടതുകൊണ്ടാണ് കിഡ്നി ഫെയിലിയർ വന്നത്, അങ്ങനത്തെ ഒരു മിസ്കൺസെപ്ഷൻ നല്ലോണം ഉണ്ട്. അത് ശരിക്കും തെറ്റാണ്. അപ്പോൾ മെറ്റ്ഫോർമിൻ കഴിക്കുമ്പോൾ മെറ്റ്ഫോർമിൻ അസോസിയേറ്റഡ് ആയിട്ടുള്ള ലാക്റ്റിക് അസിഡോസിസ് വരാനുള്ള ഒരു ചാൻസ് ഉള്ളതുകൊണ്ടാണ്, പ്രത്യേകിച്ച് കുറച്ചുകൂടി റീനൽ ഫെയിലിയർ സിവിയർ ആകുമ്പോൾ നമ്മളത് ബേസിക്കലി അവോയ്ഡ് ചെയ്യലാണ്. അപ്പോൾ അത് ഇട്ടതുകൊണ്ട് കിഡ്നി ഫെയിലിയർ ആയതല്ല, മിസ്കൺസെപ്ഷൻസ് ആണ്. ഇനി ഇതൊരു മിസ്കൺസെപ്ഷൻ ആണെന്ന് അറിയില്ല, എന്നാലും ചോദിക്കും, ഈ പാരസെറ്റാമോൾ നമ്മളൊരു പനി വന്നാലും തലവേദന ആണെങ്കിലും വേറെ എവിടെയെങ്കിലുമൊക്കെ വേദന ആണെങ്കിലും നമ്മൾ തന്നെ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കഴിക്കുന്ന ഒരു മരുന്ന്, അത് കഴിച്ചാൽ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നം? പാരസ്റ്റമോൾ മാത്രം കൊണ്ട് കിഡ്നി അസുഖം ഉണ്ടാവില്ല. പാരസ്റ്റമോളിൻ്റെ ഒപ്പം തന്നെ ചിലപ്പോൾ കോമ്പിനേഷൻസ് ആയിരിക്കും. പലപ്പോഴും പാരസ്റ്റമോളാ കഴിച്ചതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒപ്പം പാരസ്റ്റമോൾ പ്ലസ് വേറെ ഏതെങ്കിലും ഡ്രഗ് ഉണ്ടാവും, പെയിൻ കില്ലർ ഉണ്ടാവും. കാരണം വെച്ചാൽ അവർക്ക് ഓർമ്മ ഉള്ളത് പാരസ്റ്റമോൾ മാത്രമായിരിക്കും. അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ മിക്കവാറും പനി, മേലുവേദന അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ഇത് കഴിക്കുക. അപ്പോൾ മിക്കവാറും വൈറൽ പനി ആയിരിക്കാം, ദേഹത്ത് വെള്ളത്തിൻ്റെ അളവ് കുറവായിരിക്കാം. അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ അവർക്ക് ഈ പെയിൻ കില്ലേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ വോവറൻ അല്ലെങ്കിൽ നമ്മുടെ NSAIDs എന്ന് പറയുന്ന ഡ്രഗ് കൊടുത്തു കഴിഞ്ഞാൽ കിഡ്നി ഫെയിലിയർ വരാൻ സാധ്യതയുള്ളൊരു ഗ്രൂപ്പാണ് നമുക്ക് പനി അസുഖങ്ങളൊക്കെ ഉള്ള സമയത്ത്. അപ്പോൾ ഈ കോമ്പിനേഷൻസ് വരുമ്പോഴാണ് കുഴപ്പം വരുന്നത്. പാരസ്റ്റമോൾ മാത്രമല്ല കുഴപ്പമുണ്ടാകും. കിഡ്നി അസുഖങ്ങൾ ഒരു സ്റ്റേറ്റ് കഴിഞ്ഞ് നമുക്ക് ഒരു സർജറി അല്ലെങ്കിൽ കിഡ്നി മാറ്റിവെക്കൽ സ്റ്റേജ് വരെ എത്താറുണ്ട്. ആ സ്റ്റേജ് എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക? സ്റ്റേജ് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു, നമ്മൾ പല പേഷ്യൻസും ഡോക്ടർ സർഫ്രാസ് പറഞ്ഞ മാതിരി നമ്മുടെ ഡേ ടു ഡേ പ്രാക്ടീസിൽ വരുന്ന പല അസുഖങ്ങളും നേരത്തെ അറിയാതെ ലക്ഷണങ്ങളൊക്കെ ചോദിച്ചല്ലോ, ലക്ഷണങ്ങൾ കണ്ടുപിടിച്ചിട്ട് ആശുപത്രി വന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് നേരത്തെ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും അല്ലാതെ നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ച് മാറ്റാവുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്. ഈ അസുഖങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റാണ് റീനൽ ബയോപ്സി. അത് ഈ നേരത്തെ പറഞ്ഞ മാതിരി ഡയബറ്റീസിൻ്റെ മരുന്ന് കഴിച്ചാൽ കിഡ്നി അസുഖം എന്ന് പറഞ്ഞ മാതിരി ബയോപ്സി എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ അത് ക്യാൻസർ ടെസ്റ്റ് ചെയ്യാനുള്ളതാണോ എന്ന് വിചാരിച്ച് പേടിച്ച് ആ ടെസ്റ്റിന് വിധേയമാവാതെ പോകുന്ന ഒരു വലിയൊരു സമൂഹമുണ്ട്. അത് നമുക്ക് ആക്ച്വലി എത്രയോ മുമ്പ് ട്രീറ്റ് ചെയ്യാവുന്ന അസുഖങ്ങളായിരിക്കും. ഈ അസുഖമുള്ള പേഷ്യൻ്റാണ് പ്രോപ്പർലി ട്രീറ്റ് ചെയ്യാത്ത നിർഭാഗ്യവശാൽ ലേറ്റർ പീരീഡിൽ ചോദിച്ച മാതിരി കിഡ്നി മാറ്റിവെക്കേണ്ട സിറ്റുവേഷനോ ഡയാലിസിസിലോ എത്തുന്നത്. കിഡ്നി ഡിസീസിൻ്റെ നമ്മൾ സ്റ്റേജസ് പറയുകയാണെങ്കിൽ 5ാമത്തെ സ്റ്റേജിൽ ആണ് നമ്മൾ ഡയാലിസിസിലേക്ക് പോവുക. അതും നമ്മൾ സിംറ്റംസ് അനുസരിച്ചാണ് ഡയാലിസിസിലേക്ക് പോവുക. വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കിഡ്നി മാറ്റിവെക്കലാണ്. കിഡ്നി മാറ്റിവെക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേജ് 5 എത്തിക്കഴിഞ്ഞാൽ, അതായത് കിഡ്നിയുടെ പ്രവർത്തനം 15% താഴെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുന്നോട്ട് നമ്മുടെ ഓരോരോ ഏജ്, മറ്റുള്ള അസുഖങ്ങൾ, നമുക്ക് എന്തുകൊണ്ട് കിഡ്നി ഫെയിലായി, അങ്ങനെ കുറേ ഫാക്ടേഴ്സ് നോക്കിയിട്ട് അവർക്ക് ബെസ്റ്റ് പോസിബിൾ ഓപ്ഷൻ ഡയാലിസിസ് ആണോ ട്രാൻസ്പ്ലാന്റ് ആണോ തീരുമാനിക്കും. ട്രാൻസ്പ്ലാന്റ് ആണെങ്കിൽ എത്രയും വേഗം അതിനനുസരിച്ച് മാനസികമായിട്ട് അവരെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സജ്ജമാക്കുക. ഈ ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ കിഡ്നി പിന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും? ഡയാലിസിസ് ബേസിക്കലി ഒരു ബ്രിഡ്ജ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. ഡയാലിസിസ് ഇപ്പോൾ കിഡ്നി ഫെയിലിയർ എക്സ്ട്രീം ലെവൽസിലേക്ക് എത്തി, കിഡ്നി കംപ്ലീറ്റ് തകരാറിലായി, അതിൻ്റെ സിംറ്റംസ് വന്നു, യൂറീമിക് ആയി പേഷ്യൻറ്റ്. അപ്പം അങ്ങനെ ആകുമ്പോൾ മുന്നോട്ട് പോകാനുള്ള ഒരു മാർഗ്ഗമാണ് ഡയാലിസിസ്. ഇപ്പോൾ ഡോക്ടർ വീണു പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ ഇപ്പോൾ ഓൺ ഫോളോ അപ്പ് ഉള്ള പേഷ്യൻസ് നേരത്തെ നമ്മൾ അസുഖം കണ്ടുപിടിക്കുകയും നമ്മൾ ആ ഒരു പ്രോഗ്രഷനും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ക്രിയാറ്റിൻ ഒരു ഡയാലിസിസിലേക്കും ട്രാൻസ്പ്ലാന്റിലേക്കും എത്തുന്ന ആ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്യും. പേഷ്യൻസിൻ്റെ അടുത്ത് ഈ ട്രാൻസ്പ്ലാന്റ്, ഡയാലിസിസ്, ഈ ഓപ്ഷൻസ് ഒക്കെ ഉള്ളതെന്നൊക്കെ ഡിസ്കസ് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ ഡയാലിസിസിന് റെഡി ആവാത്ത
പേഷ്യൻസ്, ഒരു കൂട്ടം പേഷ്യൻസ് ട്രാൻസ്പ്ലാന്റ് നേരത്തെ ഈവൻ ബിഫോർ ഡയാലിസിസ് റിക്വയർമെന്റ് വരുന്നതിന് മുമ്പ് തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അതിനാണ് നമ്മൾ ഈ പ്രീഎംപ്റ്റീവ് ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത്. പ്രീഎംപ്റ്റീവ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും നല്ല ചികിത്സാ രീതി അതാണ്. ഈവൻ വിത്തൗട്ട് ഡയാലിസിസ് ക്രിയാറ്റിൻ ആ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ, സ്റ്റേജ് 5 CKD ആയി കഴിഞ്ഞാൽ ഡയാലിസിസ് തുടങ്ങാണ്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ചികിത്സ. പിന്നെ എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു പ്ലാനിങ് ഇല്ലാത്ത ആൾക്കാർ അധികം ചിലപ്പോൾ ഡയാലിസിസിലേക്ക് എത്തും. പിന്നെ ഡയാലിസിസ് തുടങ്ങിയതിന് ശേഷം, ആൾ സ്റ്റേബിൾ ആയതിനു ശേഷം നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് പോകുന്ന ഒരു കൂട്ടം ആൾക്കാർ അങ്ങനെയുണ്ട്. ഡയാലിസിസ് ചെയ്തതുകൊണ്ട് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ഔട്ട് ഓഫ് നോട്ട് എ കാൻഡിഡേറ്റ് ആവില്ല. ഡയാലിസിസ് ബേസിക്കലി ഒരു ബ്രിഡ്ജാണ്. താൽക്കാലികമായിട്ട് നമ്മൾ ഡയാലിസിസ് ചെയ്യുന്നു, പിന്നെ ഒരു ഡോണറിനെ കണ്ടെത്തുന്നു, നമ്മൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്ത് മാച്ചിങ് ഒക്കെ മനസ്സിലാക്കിയിട്ട് പിന്നെ ട്രാൻസ്പ്ലാന്റിലേക്ക് നമ്മൾ മുന്നോട്ട് പോകും. പിന്നെ വെച്ചാൽ കുറേ കാലമായിട്ട് ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിന് ചിലപ്പോൾ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായേക്കാം. പീരീഡ് ഓഫ് ടൈം, ഇമ്മീഡിയറ്റ്ലി അല്ല, ഓവർ പീരീഡ് ഓഫ് ടൈം, കുറേ വർഷങ്ങൾക്ക് ശേഷമൊക്കെ ചിലപ്പോൾ ഈ വാസ്കുലർ കാൽസിഫിക്കേഷൻസും വെസൽസിലൊക്കെ വ്യത്യാസങ്ങൾ വരുന്നതനുസരിച്ച് ചിലപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചിലപ്പോൾ പിന്നീട് ചിലപ്പോൾ പോസിബിൾ ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മളിപ്പോഴും നമ്മുടെ പേഷ്യൻസിനോട് പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഡയാലിസിസ് കഴിഞ്ഞ് ട്രാൻസ്പ്ലാന്റ് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും അറ്റ് ദി ഏർലിയസ്റ്റ് ചെയ്യാനാണ് നമ്മൾ യൂഷ്വലി അഡ്വൈസ് ചെയ്യുക. ഒരിക്കലും ഡയാലിസിസ് ചെയ്തതുകൊണ്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റില്ല എന്നില്ല. ഈ ഡയാലിസിസ് അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത പേഷ്യൻസ് അത് ചെയ്ത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ട്? ഇപ്പോൾ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതേമാതിരി തന്നെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ട്രാൻസ്പ്ലാന്റിനെ പറ്റി പറയുകയാണെങ്കിൽ, ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ നമ്മൾ ലൈഫ് ലോങ് മെഡിക്കേഷൻസ് എന്തായാലും വേണ്ടി വരും. അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്ന മെഡിസിൻസ് ആണ്. അപ്പോൾ അവർക്ക് ഇൻഫെക്ഷൻ്റെ സാധ്യത കൂടുതലാണ്. അത് ആ മരുന്ന് കുറയ്ക്കുമ്പോൾ ദേഹം റിജക്റ്റ് ചെയ്യും. സോ ഇതിൻ്റെ ഒരു ബാലൻസിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവർ ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്ന മെഡിസിൻ കഴിക്കുന്നതുകൊണ്ട് അവർക്ക് ഇൻഫെക്ഷൻ പോസിബിലിറ്റി കൂടുതലുള്ളതുകൊണ്ട് അതിൻ്റെ പ്രിക്കോഷൻസ് എടുക്കണം. സോ ക്രൗഡഡ് പ്ലേസിൽ പരമാവധി ഒഴിവാക്കാൻ പറയും. പിന്നെ ക്രൗഡ് കാരണം ഉത്സവങ്ങൾ, കോമൺ ഗ്യാതറിങ്സ് അല്ലെങ്കിൽ കല്യാണം, അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ പലതരത്തിലുള്ള ആളുകൾ വരുമ്പോൾ നമുക്ക് ഔട്ട് ബ്രേക്സിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സിവിയർ ന്യൂമോണിയ ഒക്കെ ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്താൽ റെസ്പോണ്ട് ചെയ്യാത്ത ലെവലിലൊക്കെ വരാം. അങ്ങനെ ഒരു ഗ്രൂപ്പ് എവിടെ പോവുകയാണെങ്കിലും അവർ പുറത്ത് പോകുമ്പോൾ നമ്മൾ മാസ്ക് ഉപയോഗിക്കാൻ പറയും കോമൺ ആയിട്ട്. പിന്നെ ഭക്ഷണം കഴിയുന്നതും വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് കഴിക്കാൻ പറയും. കാരണം വെച്ചാൽ നിർഭാഗ്യവശാൽ ഒരു വയറിളക്കം വന്നാൽ ഒരൊറ്റ വയറിളക്കം മതി അപ്സൈഡ് ഡൗൺ ആവാൻ ലൈഫ്. അപ്പോൾ അതൊരു വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ യൂഷ്വലി ട്രാൻസ്പ്ലാന്റുകാർ സാധാരണ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4 to 6 months കഴിയുമ്പോഴേക്ക് ദേ വിൽ ബി ബാക്ക് ടു ദെയർ റൊട്ടീൻ ലൈഫ്. അതായത് ബെസ്റ്റ് പോസിബിൾ ടു നിയർ നോർമൽ ലൈഫ്. നമ്മളിപ്പോൾ പല ഡയാലിസിസ് ആൾക്കാരെയും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. പലർക്കും ദേഹത്തുള്ള പിഗ്മെന്റേഷൻസും അവർ പണ്ടുണ്ടായിരുന്ന ഒരു കോംപ്ലക്ഷനെ ആയിരിക്കില്ല. ഡയാലിസിസിലും പോവാത്ത കുറേ വേസ്റ്റ് പ്രോഡക്റ്റ് ഒക്കെ ദേഹത്തിലുണ്ടാവും. നമുക്ക് മാജിക്കലായി തോന്നും. നമ്മളൊരു 3 മാസം കഴിയുമ്പോൾ സെയിം ആളെ കാണുമ്പോൾ നമ്മൾ അമേസ്ഡ് ആകും. അവരുടെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ അവർ നമുക്കിങ്ങനെ റൊട്ടീൻലി 2 ഫോട്ടോ കൂട്ടിയിട്ട് നമുക്കൊരു 3 months 6 months ഒക്കെ അയച്ചു തരും. സാറേ പണ്ട് ഇങ്ങനെയായിരുന്നു. ഇപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ മീൻസ് അങ്ങനെ അവർ ആ കോംപ്ലക്ഷൻ മാറുമ്പോൾ തന്നെ ഹെൽത്തി വെൽബീയിങ്, അവരെ മസിൽ മാസ് കൂടും. ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. പറഞ്ഞാൽ ആ പേഷ്യനെ കാണുമ്പോൾ നമുക്ക് ആ ഫീല് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞത് കഴിഞ്ഞിട്ട് എന്ത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ചില ആൾക്കാർക്ക് ഈ കാരണം കിഡ്നി ഡിസീസ് വരുമോ എന്നിട്ട് ഞെട്ടിപ്പോകുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെ എന്തെങ്കിലും പേഴ്സണൽ എക്സ്പീരിയൻസ് ഡോക്ടേഴ്സിന് പറയാനുണ്ടോ? അതായത് ഇപ്പോൾ റീസെൻ്റ് ഒരു 2-2.5 വർഷമായിട്ട് നമ്മളിപ്പോൾ കാരണമില്ലാത്ത പല പ്രോട്ടീൻ ലീക്കിൻ്റെ അസുഖം, കുറേ ആളുകളുടെ ക്രിയാറ്റിൻ അപ്രതീക്ഷിതമായി കൂടുന്നു. നമ്മൾ എന്താ കാരണം നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ കുറേ ഡോക്ടർമാർ കോഴിക്കോട്ടെയും കോഴിക്കോട് ചുറ്റുവട്ടത്തുള്ള കോട്ടക്കൽ അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും കുറേ നെഫ്രോളജി വിഭാഗത്തിലുള്ള ഡോക്ടർമാർ ഇങ്ങനത്തെ കേസുകൾ എൻകൗണ്ടർ ചെയ്തപ്പോൾ അവസാനം അതൊരു മുഖത്ത് തേക്കുന്ന ഫേസ് ക്രീം എന്ന് വന്നതാണെന്ന് ഡീറ്റെയിൽ പഠനം നടത്തി അത് പബ്ലിഷ് ചെയ്ത് ഒരുപാട് ന്യൂസസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഫേസ് ക്രീമിൽ അടങ്ങിയിരിക്കുന്ന ഒരു മെർക്കുറി ആയിരുന്നു. അത് നമ്മൾ അനാലിസിസ് നടത്തിയപ്പോൾ മെർക്കുറി അത് തേച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു വീട്ടിലെ 4 പേരുണ്ട്. ആ ചെറിയ കുട്ടി കല്യാണത്തിന് പ്രിപ്പറേഷനാണ്. അപ്പോൾ ആ കുട്ടി ഇത് തേച്ചോട് കൂടി നല്ല വെളുത്തു കൊണ്ടു. അപ്പോൾ അനിയത്തി തേക്കുന്നു, അമ്മ തേക്കുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും കാലിൽ നീരായി വരുന്നു. ഇങ്ങനെ വന്നപ്പോഴാണ് ഇതാണ് കൾപ്രിറ്റ് എന്ന് പറഞ്ഞത്. പിന്നെ അത് സ്റ്റഡി നടത്തി അവസാനം പ്രൂവ് ചെയ്തപ്പോൾ ഇത്രയധികം മെർക്കുറി കണ്ടന്റ് ഭയങ്കര കൂടുതലാണ്. ഇത്രയും വൈഡായിട്ട് ന്യൂസ് വന്നിട്ടും ഇപ്പോഴും 2 മാസത്തിലൊരിക്കൽ ഇപ്പോഴും ഒരു പേഷ്യന്റ് വരുന്ന സിനാരി. 2 മാസം മുമ്പ് ഒരു പേഷ്യന്റ് വന്നു. സെയിം കാരണം. അപ്പോൾ നോർമലി നമ്മൾ ഹിസ്റ്ററി എടുക്കുന്ന ഒരു കൂട്ടത്തിൽ നമ്മൾ യൂഷ്വലി കുറേ ചോദിക്കുന്ന ചെറിയ കാര്യങ്ങളുണ്ട്. അതിലിപ്പോൾ നമ്മൾ ഈ ഫേസ് ക്രീമും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് എടുത്ത് ചോദിക്കാറുണ്ട്. എന്നിട്ട് പോലും ആള് അക്സെപ്റ്റ് ചെയ്തില്ല. അത് പറഞ്ഞില്ല. പിന്നെ ഒരു 2 or 3 വിസിറ്റ്സ് കഴിയുമ്പോൾ നമ്മൾ ബയോപ്സി എടുത്തു. ബയോപ്സിയിൽ ഈ യൂഷ്വലി കാണുന്ന ഈ മെംബ്രനസ് നെഫ്രോപ്പതി എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ബയോപ്സി പ്രൂവണായി. അപ്പോൾ നമ്മൾ വേറെ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് അതിൻ്റെ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ആൾ വന്നപ്പോഴാണ് ഡോക്ടർ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഡോക്ടർ അന്ന് ചോദിച്ചതാണ്, പക്ഷേ ഞാൻ ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ അത് സത്യമല്ല, ഇതാണ് സത്യം, ഈ ക്രീമാണ് പെർട്ടിയെന്ന് പറഞ്ഞിട്ട് ക്രീം കൊണ്ടുവന്നു. അപ്പോൾ അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള കുറേ ക്രീംസ് വിത്ത് ഹൈ ലെവൽസ് ഓഫ് മെർക്യൂറി അവൈലബിൾ ആണ്, മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അൺറെഗുലേറ്റഡ് ആയതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. പിന്നെ കുറേ ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും അണ്ടർ റെഗുലേഷൻസും പിന്നെ അതിലൊക്കെ അക്സെപ്റ്റബിൾ ലെവൽസിലെ ഈ മെർക്കുറി ഉള്ളൂ. അൺറെഗുലേറ്റഡ് ആയിട്ടും ഫ്രീ ആയിട്ട് കിട്ടുന്ന കുറേ വൈറ്റനിങ് ക്രീംസിൽ
ഹൈ ലെവൽസ് ഓഫ് മെർക്യൂറി ആണ്. അതിപ്പോൾ ലാസ്റ്റ് നമ്മൾ വിട്ട ക്രീമിലും ആ മെർക്യൂറി ലെവൽ ഓൾമോസ്റ്റ് 1000 ടൈംസ് ഹൈ ആണ്. പിന്നെ വളരെ അടുത്ത ഇൻട്രസ്റ്റിംഗ് കാര്യം, അടുത്തും എല്ലാവരും പേടിപ്പിക്കുന്ന കാര്യം വിചാരിക്കരുത്. ഒരു കിഡ്നി ഡിസീസ് ഉള്ള 25-year-old ഫീമെയിൽ നമ്മൾ റൊട്ടീൻ ലീക്ക് കാണുന്നതാണ്. പ്രോട്ടീൻ ലീക്ക് ഒക്കെ ചെറുതായിട്ടുണ്ട്, വെൽ കൺട്രോൾഡ് ആണ് ലാസ്റ്റ് 4 years. പെട്ടെന്ന് പുള്ളിക്കാരി ഒരു സോപ്പിൽ വന്നപ്പോൾ ലുക്കൊക്കെ മാറിയിട്ടുണ്ട്, ആളുടെ ലുക്കൊക്കെ മാറിയിട്ടുണ്ട്, ടെസ്റ്റും മാറിയിട്ടുണ്ട്, ടെസ്റ്റും നല്ലോണം കൂടിയിട്ടുണ്ട്. അപ്പോൾ മുടിയൊക്കെ മാറി, മുടിയൊക്കെ ഇങ്ങനെ സ്ട്രെയിറ്റൻ ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് പറ്റി ചോദിച്ചു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു സാറേ ഒരു ഓഫർ കിട്ടിയപ്പോൾ മുടി സ്ട്രെയിറ്റൻ ചെയ്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ സ്ട്രെയിറ്റൻ ചെയ്യുന്ന കുഴപ്പമില്ല, സ്ട്രെയിറ്റനിങ്ങിൻ്റെ സാധനത്തിലും വളരെ ചെറിയ കണ്ടന്റ് ഒക്കെ ഓക്സിഡേറ്റ് ആയിട്ട് ചേഞ്ചായി മാറാനുള്ള സാധ്യത ഉണ്ട്. ഇതിപ്പോൾ റെഗുലേറ്റഡ് ആയിട്ടുള്ള അല്ലാത്ത ഒരു സ്റ്റാൻഡർഡൈസ്ഡ് സാധനമല്ല യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ സ്കാൽപ്പ് കൂടെ അതും അബ്സോർബ് ചെയ്യാം. അപ്പോൾ അതൊക്കെ നിർത്തി നമ്മളൊരു 3 months ഒന്നും ചെയ്യേണ്ട പറഞ്ഞതിന് ശേഷം അത് ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്തു. നമുക്കത് പ്രൂവ് ചെയ്യാൻ നിർത്തിയില്ല, പക്ഷേ ഓൾവേസ് ബി കോഷ്യസ് എന്നാണ്. അല്ല, ഈ ക്രീമിന്റെ കാര്യത്തിൽ നമ്മൾ ആ ക്രീം വീണ്ടും ഒരു 2 months ബാക്ക് കിട്ടിയ ക്രീം ടെസ്റ്റ് ചെയ്തു, അതിലും ഹൈ ലെവൽസ് ഓഫ് മെർക്യൂറി ആണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഡോക്ടർ വിനു പറഞ്ഞ പോലെ നേരത്തെ മോള് യൂസ് ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല റെസ്പോൺസും റിസൾട്ട്സും കിട്ടിയപ്പോഴാണ് അമ്മ യൂസ് ചെയ്തത്. അപ്പോൾ മുപ്പത്തി ഭയങ്കര വിഷമമായിരുന്നു, എനിക്ക് ഇതുവരെ യൂസ് ചെയ്യാത്ത ഒരു സാധനമാണ് ഇതിപ്പോൾ ഈ പറഞ്ഞതിന് ശേഷം യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല എന്നുള്ള ഭയങ്കര വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ കുഴപ്പമില്ല, കുറഞ്ഞു വരുന്നു. യൂസേജ് സ്റ്റോപ്പ് ചെയ്തു, 2 months യൂസ് ചെയ്തുള്ളൂ. സ്റ്റോപ്പ് ചെയ്തപ്പോഴത്തേക്കും കുറഞ്ഞു വരുന്നുണ്ട്. പ്രോട്ടീൻ ലീക്ക് 8 to 10 grams പെർ ഡേ എന്ന് ഓൾമോസ്റ്റ് 2 grams ആയി കുറഞ്ഞു. അപ്പോൾ ഇപ്പോൾ മരുന്നൊന്നും ഇല്ലാതെ തന്നെ ആള് റെസ്പോണ്ടിങ് ആണ്. അല്ല, ഫേസ് ക്രീം ഒരുപാട് കേസുകളുണ്ട്. മറ്റത് സ്ട്രൈറ്റനിങ് ക്രീം നമ്മളിപ്പോൾ അങ്ങനെ ഫോളോ അപ്പ് ഉള്ളവർ കൂടിയോണ്ട് മനസ്സിലായത് അത് വലിയ ക്വാണ്ടിറ്റി അല്ലാത്തതുകൊണ്ടായിരിക്കാം നമ്മൾ ചിലപ്പോൾ ചെറിയ ഇഞ്ചുറീസ് വരുത്തുന്നുണ്ടാവാം. പിന്നെ അത് ലേറ്റർ കുറേ കാലം കഴിഞ്ഞിട്ടല്ലേ അസുഖങ്ങൾ കൂടുന്നു. എന്തുകൊണ്ട് കൂടുന്നു ചോദിച്ചാൽ കുറേ കാര്യം നമുക്ക് അറിയാത്ത കാര്യങ്ങൾ. പിന്നെ അതേമാതിരി വളരെ പെട്ടെന്ന് ആരോഗ്യം കൂട്ടാനും പിന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഷുഗർ കുറയ്ക്കാനൊക്കെ നമ്മളെ ഇരുമ്പമ്പുളി ആൾക്കാർ ജ്യൂസ് അടിച്ച് കുടിക്കും. നെല്ലിക്ക എന്ന് വെച്ചാൽ അതിൽ ഭയങ്കര ഓക്സലേറ്റ് ആണ്. അത് ഒന്നല്ല കഴിക്കുക, അതൊരു 10-12 വെച്ചിട്ട് നല്ല തിക്കായിട്ട് ഡിക്കോഷൻ ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ സുനിശ്ചിതമായിട്ടും ഒരു 2-3 ദിവസം കഴിയുമ്പോൾ കിഡ്നി ഫെയിൽ ആവും. കാരണം അത്രയധികം ഓക്സലേറ്റ്സ് ആണ്. അതും പ്രത്യേകിച്ച് ഡയബറ്റിക്സ് ആയിരിക്കും അധികം യൂസ് ചെയ്യണം. ഷുഗറുള്ള ആൾക്കാരായിരിക്കും, ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഈ ഷുഗറുള്ള ആൾക്കാർക്കൊക്കെ നേരത്തെ ഒരു ഏർലി ഡിസീസ്, കിഡ്നി ഡിസീസ് ഉണ്ടായിരുന്നോ നമുക്ക് അറിയില്ല. അപ്പോൾ ഹെൽത്തി കിഡ്നി ചിലപ്പോൾ ഓക്സലേറ്റ് ചിലപ്പോൾ എക്സ്ക്രീറ്റ് ചെയ്ത് പോകും. ഏർലി ആയിട്ടുള്ള ഡയബറ്റിക് നെഫ്രോപ്പതി ഉള്ള ആളാണെങ്കിൽ ചിലപ്പോൾ ഓക്സലേറ്റ് എക്സ്ക്രീറ്റ് ചെയ്യാനുള്ളൊരു ക്ഷമത പോയി പോകും. അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ വേഗം കിഡ്നി ഫെയിലിയറിലേക്ക് പോകും. അപ്പോൾ അത് ഷോർട്ട് കട്ട്സ് ആണ്. അപ്പോൾ എപ്പോഴും ഷോർട്ട് കട്ട്സ് ആർ ഡേഞ്ചറസ് എന്ന് പറയുന്നത് കറക്റ്റാണ്. അപ്പോൾ ഷോർട്ട് കട്ട് ചെയ്തിട്ടാണ് മൂപ്പര് ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെഡിസിൻസ് ഒന്ന് കുറയ്ക്കാം, ഇൻസുലിൻ കുറയ്ക്കാം, അതിന് വേണ്ടിയിട്ടാണ് മൂപ്പരത് യൂഷ്വലി യൂസ് ചെയ്യാറ്. പിന്നെ വേറൊരു കോണ്ടെക്സ്റ്റ്, നമ്മളെ പണ്ടത്തെക്കാളും ഒരു 10 വർഷം 15 വർഷം മുമ്പത്തേക്കാളും നമ്മളുടെ ഒരു മോയിസ്റ്റ് ഹീറ്റായിട്ട് നമ്മളൊരു സെമി മിഡിൽ ഈസ്റ്റ് ക്ലൈമറ്റിലേക്കാണ് നമ്മൾ ഈ ഭാഗത്തേക്ക് പോകുന്നത്. ഇപ്പോൾ ഈ കൊല്ലത്തെ ചൂടൊക്കെ കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ ആക്ച്വലി ഈ ആഫ്രിക്കൻ ഏരിയ, മിഡിൽ ഈസ്റ്റ് ഏരിയ ഇവിടേക്കുള്ള ആളുകളിൽ നമ്മുടെ ആൾക്കാർ പലപ്പോഴും അവിടെ പോയി ജോലി എടുത്ത് തിരിച്ചു വരുമ്പോൾ സമ്പാദ്യത്തിൻ്റെ ഒപ്പം മിക്കവാറും കിഡ്നിയും പോയിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ പല ആൾക്കാരും കാരണം സാധാരണ ജീവൻ നിലനിർത്താൻ അവരൊരു അങ്ങനത്തെ ഒരു രീതിയിൽ വർക്ക് ചെയ്യുന്ന, അപ്പോൾ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഭയങ്കര ഹീറ്റിൽ വർക്ക് ചെയ്യുന്ന, പുറത്ത് ഡെയിലി വേജസിന് വർക്ക് ചെയ്യുന്ന, അങ്ങനത്തെ കുറേ പേരുണ്ടാവും. അതേമാതിരി നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യുന്ന ഭയങ്കര ഹീറ്റ് വരുമ്പോൾ ദേഹത്തിൽ വെള്ളത്തിൻ്റെ അളവ് കുറയും. അതിനനുസരിച്ച് നമ്മൾ വെള്ളവും കുടിക്കാതിരിക്കുമ്പോൾ എക്സിസ്റ്റിംഗ് കിഡ്നി ഡിസീസ് മോശമാവാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ടെർമിനോളജി പോലും അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ബേസിക്കലി ആഫ്രിക്കൻ ആ ഏരിയ, മോയിസ്റ്റ് ഷുഗർ കെയിൻ അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, പിന്നെ ഗൾഫ് കൺട്രീസിൽ കൂടിയുണ്ട്, നമ്മുടെ ആന്ധ്രമാറ്റ സ്ഥലങ്ങളിലുണ്ട്. നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ഈ ഒരു പോപ്പുലേഷനും കൂടി നമുക്ക് അടുത്ത വരും കാലത്ത് കൂടുന്നതാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ സാർ നമ്മൾ കിഡ്നി ഡിസീസിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിനകത്ത് ഈ കിഡ്നി ഡിസീസ് വരാതിരിക്കാൻ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? കിഡ്നി ഡിസീസ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ഡയബറ്റിക്സിലൊക്കെ ആണല്ലോ കൂടുതലും കിഡ്നി ഡിസീസ് കാണുന്നത്. ഡയബറ്റിസ് ഉള്ള ആൾക്കാർ, ഷുഗർ രോഗമുള്ള ആൾക്കാർക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു ഇയർലി ഒരു സ്ക്രീൻ ചെയ്യാം. എന്നുവെച്ചാൽ ഏർലി ആയിട്ടുള്ള കിഡ്നി ഡിസീസ് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിന് ചികിത്സിക്കാം. നമ്മളിപ്പോൾ DM ചെയ്തിരുന്ന സമയത്ത് ആകെ 1-2 മെഡിസിൻസ് മാത്രമാണ് ഡിസീസ് പ്രോഗ്രഷൻ എന്നുവെച്ചാൽ അസുഖം കൂടാതിരിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരുന്ന മെഡിസിൻസിൽ ഉണ്ടായിരുന്നു, ആ ലിസ്റ്റിലുണ്ടായിരുന്ന ആകെ 1-2 മെഡിസിൻസ് മാത്രം. ഇപ്പോൾ ഒരു 10-15 years ഡൗൺ ദ ലൈൻ ആകുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് 2 ഉള്ളത് 4 ആയി. അപ്പോൾ സയൻസ് അഡ്വാൻസ് ആവുന്നതനുസരിച്ച് നമുക്ക് ഏർലി ഡിസീസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാനും അതിൻ്റെ പ്രോഗ്രഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഷുഗറുകാരും പ്രഷറുകാരും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബേസിക്കലി ഒരു ഇയർലി ഒരു സ്ക്രീൻ ചെയ്യാം. സ്ക്രീനിങ് ബേസിക്കലി ഒരു യൂറിൻ റൊട്ടീൻ, യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ, ഒരു ക്രിയാറ്റിൻ്റെ ലെവൽ, ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിഡ്നി ഡിസീസ് ഉണ്ടോ, കിഡ്നി ഡിസീസ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നു തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ നമുക്ക് അസുഖം പ്രോഗ്രസ് ചെയ്യുന്നതും അസുഖം കംപ്ലീറ്റ് മാറ്റിയെടുക്കാൻ പറ്റുന്ന സ്റ്റേജിലായിരിക്കും അധികം. അപ്പോൾ പ്രിവെൻറ്റീവായിട്ട് ചെയ്യുന്നത് ഫസ്റ്റ്
ഞാൻ പറയാം സ്ക്രീനിങ് ആണ്. അപ്പോൾ സ്ക്രീൻ ഫോർ ദ ഡിസീസ്. അപ്പോൾ സ്ക്രീൻ ചെയ്തിട്ട് ഏർലി സ്റ്റേജിൽ പിക്ക് ചെയ്യുക, അത് ട്രീറ്റ് ചെയ്യുക. പിന്നെ രണ്ടാമത്തെന്ന് വെച്ചാൽ ഷുഗറുള്ള ആൾക്കാരും പ്രഷറുള്ള ആൾക്കാരും അവരുടെ ഗ്ലൈസമിക് കൺട്രോൾ എന്ന് വെച്ചാൽ ഷുഗറിൻ്റെ കൺട്രോൾ അതിൻ്റെ ടാർഗറ്റ്സ് ഉണ്ട്. അപ്പോൾ എൻഡ് ഓർഗൻ ഡാമേജ് ചില അവയവങ്ങൾക്ക് ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടാർഗറ്റ്സ് ഓൾറെഡി നമുക്ക് ഗൈഡ് ലൈൻസിലൊക്കെ ഉണ്ട്. ഇപ്പോൾ 3 മാസത്തെ ആവറേജ് ഷുഗറൊക്കെ ആണെങ്കിൽ ഒരു HbA1c എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. നമ്മൾ ആവറേജ് ഷുഗർ മനസ്സിലാക്കുന്ന ഒരു ടെസ്റ്റാണ്. അപ്പോൾ ആ HbA1c 7 ബിലോ ആയിരിക്കണം എന്നാണ് ഈ അമേരിക്കൻ ഡയബറ്റീസ് അസോസിയേഷൻ്റെ ഗൈഡ് ലൈൻസിൽ പറയാറുള്ളത്. അപ്പോൾ ആ ഒരു റേഞ്ചിലേക്ക് നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്താൽ മാത്രമേ ഷുഗറിൻ്റെ ഡാമേജ് കിഡ്നിക്ക് വരാതിരിക്കുകയുള്ളൂ. അപ്പോൾ ഷുഗറിന് നമ്മൾ മരുന്നുകൾ കഴിക്കുകയും ഷുഗർ അൺകൺട്രോൾ ആയിട്ട് നിൽക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് കാലം കഴിയുമ്പോൾ ഡാമേജസ് എന്തായാലും ഉറപ്പായിട്ടും വരും. അപ്പോൾ ഷുഗറും പ്രഷറും വെൽ കൺട്രോൾഡ് ആണെങ്കിൽ നമുക്ക് മാക്സിമം ആ അസുഖം വരാതിരിക്കാൻ നമുക്ക് ഒരുപാട് സഹായിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ഇപ്പോൾ ഡോക്ടർ വിനു പറഞ്ഞ ഒബീസിറ്റി, ഡീഹൈഡ്രേഷൻ, ക്രോണിക്കലി ഡീഹൈഡ്രേഷൻ ആവാതിരിക്കുക, അതൊക്കെയാണ് നമ്മൾ പ്രിവെൻറ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഒബീസ് ആവാതെ നോക്കുക. നമ്മൾ അറ്റ് പോപ്പുലേഷൻ, അതായത് ഡയബറ്റീസ് ഉള്ളവർ, ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ, വീട്ടിലാർക്കെങ്കിലും കിഡ്നി ഡിസീസ് ഉള്ള ആളുകളിൽ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരുന്നവർ, റീനൽ സ്റ്റോൺ ഡിസീസുകാർ, ഇവരൊക്കെ വളരെ ചെറിയൊരു പൈസ ചിലവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇയർലി നോക്കിക്കഴിഞ്ഞാൽ എപ്പോൾ തുടങ്ങണമെന്നൊരു ഐഡിയ കിട്ടും. ചില ഡിസീസൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും വന്നിരിക്കും. അറ്റ്ലീസ്റ്റ് വന്ന സമയത്ത് കൺട്രോൾ ചെയ്താൽ നിങ്ങളിപ്പോൾ ഒരു 4 കൊല്ലം കൊണ്ട് മോശമാവണത് നമുക്ക് എന്ത് ചെയ്യാം, 15 കൊല്ലത്തേക്ക് ആക്കാം. അപ്പോഴേക്കും ചിലപ്പോൾ 1-2 എക്സ്ട്രാ ഡ്രഗ് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി അത് 20 കൊല്ലത്തേക്ക് ആക്കാം. ഏതായാലും പോയില്ല, ഇനി കാര്യമില്ല എന്ന് വിചാരിക്കുന്നതിൽ കാര്യമില്ല. സോ എവറി സ്റ്റെപ്പ് ടേക്കൺ ഏർലി നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാക്കാം. ഈ ജെനറ്റിക് ഡിസീസസിലാണ് കൂടുതലും ഇങ്ങനെ അല്ലേ, ആൽപോർട്ട് സിൻഡ്രോം അല്ലെങ്കിൽ പിന്നെ പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസസ്, അങ്ങനെ ഒരു പ്രത്യേക ഗ്രൂപ്പ് ഓഫ് ഡിസീസസ് ഉണ്ട്. അതൊക്കെ ആകുമ്പോൾ എന്തായാലും ആ ഒരു ഇൻഹെറിറ്റൻസ് പ്രകാരം എന്തായാലും ചില ആൾക്കാർക്ക് എന്തായാലും അത് വന്നിരിക്കും. അപ്പോൾ ആ വരുന്നത് ഏർലി ആയിട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൻ്റെ മറ്റ് കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാം. പിന്നെ കുറച്ചുകൂടെ അത്യാവശ്യം സിവിയർ റീനൽ ഫെയിലിയറിലേക്ക് പോവുകയാണെങ്കിലും നമുക്ക് ആ സമയത്തുള്ള പ്ലാനിങ്ങും കാര്യങ്ങളും കുറച്ചുകൂടെ നമുക്ക് ബെറ്റർ ചെയ്യാൻ പറ്റും. പിന്നെ പലപ്പോഴും നമ്മൾ എടുത്ത് ഡയബറ്റിക് കിഡ്നി ഡിസീസായി വരുന്ന ആൾക്കാരെ ഫസ്റ്റ് അവരിപ്പോൾ ഓൾറെഡി കിഡ്നി ഡിസീസായി ഡയാലിസിലെത്താനുള്ള ലെവലെത്തിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നോക്കവരെ മക്കളുടെ സ്റ്റാറ്റസ് എന്താണെന്നാണ്. കാരണം മിക്കവാറും മക്കൾ ഒബീസ് ആയിരിക്കും, ഒരു BMI 35 ഉണ്ടാവും, ആൻഡ് എല്ലാ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. അപ്പോൾ അടുത്ത പേഷ്യൻ്റാണ് അവിടെ നിൽക്കുന്നത്. സോ ആക്ച്വലി ഇത് വരുമ്പോൾ ഇവർക്ക് കുറച്ചൊരു ജനറ്റിക് പ്രിഡിസ്പോഷൻ കൂടി ഉണ്ടാകുമ്പോൾ അവർ കിഡ്നി ഡിസീസ് വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. ഒരാൾക്ക് ഡയബറ്റിക് നെഫ്രോപ്പതി ഉണ്ടാകുമ്പോൾ അയാൾക്ക് ഡയബറ്റീസ് വന്നാൽ എത്രയോ ടൈംസാണ് നെഫ്രോപ്പതി വരാനുള്ള സാധ്യത. സോ ഒരു ഫാമിലിയിൽ ഒരാളുണ്ടാകുമ്പോൾ ബാക്കി എല്ലാവരും സൈമൾട്ടേനിയസ്ലി ഇറസ്പെക്റ്റീവ് ഓഫ് ഏജ്, പണ്ട് നമുക്ക് അസുഖത്തിനൊക്കെ ഒരു ഏജ് ഉണ്ടായിരുന്നു. നിങ്ങൾ 50 വയസ്സായ എത്ര വരും, ഇതൊന്നുമല്ല. ഇപ്പോൾ 25 വയസ്സിലും കിട്ടും, 30, ഏത് വയസ്സിലും നിങ്ങൾക്ക് ഏത് അസുഖവും വരാം. അതുകൊണ്ടൊരു ഏജ് ബാർ ഇല്ലാത്തതുകൊണ്ട് ഏത് ഏജ് ഗ്രൂപ്പിലും സ്ക്രീൻ ചെയ്യുന്നതുകൊണ്ട് എന്തുകൊണ്ടും ലാഭം തന്നെയാണ്.